യൂട്യൂബ് ഒന്ന് ഓൺലൈൻ മജ്ലിസൊക്കെ ഒന്ന് ഇറങ്ങുക ഫുള്ള്. എന്നിട്ട് മക്കളോടും ഭർത്താവിനോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കുക. ഹജ്ജാതെല്ലാം ചെല്ലേണ്ടത് മര്യാദയ്ക്ക് ഓഫ്ലൈനിൽ ചെല്ലിയാൽ മതി. മതി. ഇതിന്റെ മക്കളോടൊക്കെ മോനിക്ക് റിഫായ് ഷേഖിനെ അറിയാം ഒരു കഥ പറഞ്ഞത് പറഞ്ഞു കൊടുക്കുക. എന്തൊരു ഇബാദത്താണ് ഇത്. ഭർത്താവിനോട് സംസാരിക്കൂല, പിള്ളേരോട് മിണ്ടൂല. എന്തുകൊണ്ട്? നാളെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ട ദിവസം. ഇന്റെ എത്ര ഈ സ്വലാത്ത് സൈനബ? 1,28,00,000. എന്റെ 1,26,00,000. ആരാണ് ഇതെല്ലാം തുടങ്ങിയേക്കണത്? എന്താ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉസ്താദ് പറഞ്ഞത് എത്രത്തോളം ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 2 മിനിറ്റെങ്കിലും ഞാൻ പറയുന്ന കാര്യം അല്പമെങ്കിലും ചിന്തിച്ച് നോക്കുക. ലഹരി ദ്രവ്യങ്ങൾ, MDMA അതിലേക്ക് അഡിക്റ്റ് ആകുന്നത് പോലെയാണ് നമ്മുടെ ഉമ്മ പെങ്ങന്മാർ അഡിക്റ്റ് ആയിരിക്കുന്നത് ഈ ഒരു ഓൺലൈൻ മജ്ലിസിലേക്ക്. എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ കോൾ വിളിച്ചിട്ട് ഈ കാര്യത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതിലധികമായിട്ടും ആൾക്കാർ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അതായത് എന്റെ മക്കളെ ആണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ തന്നെ ജോലിയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നല്ലോണം ക്ഷീണത്തിലാണ് ഉള്ളത് ഉസ്താദെ. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭാര്യയോട് അല്പം വെള്ളം ചോദിച്ചാൽ പോലും ആ ഭാര്യ എന്നോട് പറയുന്നത് നിങ്ങൾ തന്നെ പോയി എടുത്ത് കുടിച്ചോ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവളാണെങ്കിൽ ഓൺലൈൻ മജ്ലിസ് വെച്ച് അവിടെ ഇരിക്കുകയാണ് ദിക്ർ ചൊല്ലിക്കൊണ്ട്. ഇതിലെന്തെങ്കിലും അവൾക്ക് ഫലം കിട്ടുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടുകാരാണ് ആദ്യം നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത്. ഈ ഓൺലൈൻ മജ്ലിസ് നിങ്ങൾ കണ്ടുകൊണ്ട് കുത്തിരുന്ന് കൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഞാൻ പോക്കണ്ട എന്ന് പറയുന്നതല്ല, അതിൽ പ്രതിഫലവും കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ വീട്ടുകാരാണ് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഓൺലൈൻ മജ്ലിസ് ഒക്കെ. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇബാദത്തിന്റെ കൂലി കിട്ടുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ മജ്ലിസ് കാണുന്നുണ്ടെങ്കിൽ ഫ്രീ ടൈമിൽ മാത്രം കണ്ടിരിക്കുക. അല്ലാതെ അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് ഉസ്താദ് നാളേക്ക് 1,00,000 തസ്ബീഹ് അല്ലെങ്കിൽ ദിക്ർ എന്തെങ്കിലും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന് എനിക്ക് നാളേക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിയിൽ 24 മണിക്കൂറും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്നാൽ നിങ്ങളുടെ വീട്ടുകാർ പട്ടിണിയാവും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ദയവ് ചെയ്ത് ഇത് ചിന്തിക്കുന്നവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതിനെ വിമർശിച്ചുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ പറയും.